അവളുടെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. വൈകി ഒരിടത്ത് ഇരിക്കാൻ ശ്രമിക്കണം, അല്ലാതെ കൂടുതൽ ഉപദ്രവം മനുഷ്യൻ ഉണ്ടാക്കുകയല്ലേ വേണ്ടത്. അതെങ്ങനെ എത്ര പറയാനും തലേ കയറത്തില്ലല്ലേ. എടി നീ രാവിലെ കഴിക്കുള്ള ഗുളിക കഴിച്ചാ? ഇല്ല. എടി മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തലയിൽ കിടക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അല്ലാതെ നിൻ്റെ അടുത്ത് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. എനിക്കറിയാം നീ ഒരുപാട് പ്രശ്നത്തിലാണെന്ന്. വയ്യാത്ത എന്നെയും നോക്കണം, പിന്നെ പൈസയുടെ പ്രശ്നങ്ങളാണെങ്കിൽ അത് വേറെ. കിച്ചു, ഞാൻ നിന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പം ഗുളിക കഴിക്കാൻ മറന്നുപോയതാ. ഏയ് അത് സാരമില്ല, ഇനി കഴിച്ചാലും പോരെ. ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ മൈൻഡ് ശരിയല്ല. സോറി, നീ അത് വിട്ടേക്ക്. കിച്ചു, എൻ്റെ കാര്യം ആലോചിച്ച് നിനക്ക് നല്ല പേടിയുണ്ടല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. അല്ലേ തന്നെ നിനക്കിപ്പോൾ എന്താ പ്രശ്നം? നീ ഓക്കെ അല്ലേ? എന്തിനാടാ വെറുതെ ഇതന്നെ നിന്റെ മുഖം നോക്കിക്കേ. കിച്ചു, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നീ വിചാരിക്കുന്ന പോലെ എനിക്കെൻ്റെ അസുഖത്തെ ആലോചിച്ച് ടെൻഷനൊന്നും ഇല്ല. ആ ടെൻഷൻ നിനക്കും വേണ്ട, മനസ്സിലായോ? എന്തായാലും പെട്ടെന്നൊന്നും ഞാൻ നിന്നെ വിട്ടിട്ട് പോകാൻ പോകുന്നില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടാ അവളൊരു ഡയലോഗ്. എന്നാ ഗുളിക കഴിക്ക്. കിച്ചു, എന്തമ്മാ നീ എന്താടാ ഈ കാണിക്കണേ? ഞാൻ എന്ത് കാണിച്ച്? അവൾ ഇത്ര നേരം ഗുളിക കഴിച്ചില്ല, അങ്ങനെ ഗുളിക എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. എടാ ആർക്ക്? വേറെ ആർക്ക്? എൻ്റെ ഭാര്യക്ക്. മകളെ നിനക്ക് എന്ത് പറ്റി? അവൾ മരിച്ചിട്ട് 1 വർഷമായി. ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. ആരും പറഞ്ഞു അവൾ മരിച്ചെന്ന്? അവൾ മരിച്ചിട്ടൊന്നുമില്ല, അവളിവിടെ തന്നെ ഉണ്ട്. അമ്മ വെറുതെ കള്ളം പറയാതെ. ഞാൻ എന്തിനാ മക്കളെ നിന്റെ കൂടെ കള്ളത്തരം പറയണത്? ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. എന്ത് മനസ്സിലാക്കാനാണ്? അമ്മേനെ ഒന്നും പറയണ്ട, ഞാൻ എങ്ങനെ അങ്ങ് ജീവിച്ചോളാം. ഞാൻ വീണ്ടും പറയാണ്, അവളെങ്ങും പോയിട്ടില്ല, എൻ്റെ കൂടെ തന്നെയുണ്ട്.